ഹായ് ഡിയർ നീറ്റ് ആസ്പിറൻസ്, നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പുതിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഇന്ന് NTA പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് നീറ്റ് 2025 എക്സാമിലെ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ മാറ്റിയിട്ടുണ്ട്. അത് 180 ക്വസ്റ്റ്യനിലേക്ക് തിരികെ വന്നിരിക്കുകയാണ്. അപ്പൊ കോവിഡ് പ്രമാണിച്ചാണല്ലോ നമ്മളിത് 200 ക്വസ്റ്റ്യൻ ആക്കിയതും 3 hours 20 minutes എക്സാം ആക്കി മാറ്റിയത്. അപ്പൊ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ നീറ്റ് 2025 നടത്താൻ പോകുന്നത് 180 ക്വസ്റ്റ്യൻസിന് 3 hours എന്ന രീതിയിലാണ്. അപ്പൊ ഇനി ഇത് കേട്ട് ഇന്ന് എല്ലാവരും ഈ ന്യൂസ് ഒക്കെ അറിഞ്ഞ് അയ്യോ എക്സാമിന്റെ സമയം കുറഞ്ഞു പോയി എന്നൊന്നും വിചാരിക്കേണ്ട. കാരണം അന്ന് നമുക്ക് 200 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അത് മുഴുവൻ വായിച്ചെത്തേണ്ടിയിരുന്നു. അതുകൊണ്ടാണ് 3 hours 20 ആയത്. അപ്പൊ നമുക്ക് ഇപ്പോൾ 180 ക്വസ്റ്റ്യൻസിലേക്ക് റീച്ച് എത്തേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് 3 hours സുന്ദരമായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? നല്ല തറോ പ്രിപ്പറേഷനും ഹൈ ലെവൽ പ്രാക്ടീസുമാണ്. അപ്പൊ പ്രിപ്പറേഷനും പ്രാക്ടീസും ബെസ്റ്റ് ആയി പോയാൽ നിങ്ങൾക്ക് സുഖമായിട്ട് 3 hours മുമ്പ് എക്സാം അവസാനിപ്പിക്കാൻ പറ്റും. മക്കളെ, നമുക്ക് ആ അസംഷൻ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഡിസംബർ മുതൽ ഇവിടെ 180 ക്വസ്റ്റിന്റെ മോക്ക് ടെസ്റ്റുകൾ തന്നെയാണല്ലോ നടത്തിയത്. അപ്പൊ അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഇപ്പോൾ എക്സാമിൽ തെറ്റിയതിനെ കുറിച്ചൊന്നും ആലോചിക്കാതെ ആ തെറ്റ് ഇനി വരുത്താതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തി പഠിച്ചു മുന്നേറുക. സിനി ആൻഡ് ജില്ലാ ക്ലാസ്സസ് എന്നും നിങ്ങളോടൊപ്പം.